മെറ്റ ആഡ്സ് വേഴ്സസ് ഗൂഗിൾ ആഡ്സ്. പല ആളുകളുടെയും ഡൗട്ടാണ് നമുക്ക് മെറ്റ ആഡ്സ് ചെയ്യുന്നതാണോ ഗൂഗിൾ ആഡ്സ് ചെയ്യുന്നതാണോ ഏറ്റവും ബെറ്റർ എന്നുള്ളത്. സത്യത്തിൽ ഇതിൻ്റെ പർപ്പസ് രണ്ടും ഒന്നാണെങ്കിലും ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടിൽ നമുക്ക് നല്ല വ്യത്യാസം കാണാൻ പറ്റും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മൾ മെറ്റ ആഡ്സ് ചെയ്യുന്നത് മെറ്റയുടെ പ്ലാറ്റ്ഫോംസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റ ആഡ്സ് ചെയ്യുന്നത്. ലൈക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ത്രെഡ്സ് ഈ പോലുള്ള പ്ലാറ്റ്ഫോംസിനാണ് നമ്മൾ മെറ്റ ആഡ്സ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എൻ്റർടൈനിങ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതിൽ ഈ എൻ്റർടൈനിങ്ങിൻ്റെ ഇടയിലാണ് ആക്ച്വലി നമ്മൾ ചെയ്യുന്ന ആഡ്സ് കാണിക്കുന്നത്. ബട്ട് ഗൂഗിളിൻ്റെ പ്ലാറ്റ്ഫോംസിൽ എൻ്റർ ചെയ്യുന്ന ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് നീഡഡ് ആണ്. അതായത് ഒന്നുകിൽ അവരെന്തെങ്കിലും ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അവരെന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഒരു നീഡഡ് ആയിട്ടുള്ളൊരു കസ്റ്റമറാണ് ഗൂഗിളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന ഈ രണ്ട് കസ്റ്റമേഴ്സിൻ്റെയും, അതായത് മെറ്റ ആഡ്സിലും ഗൂഗിൾ ആഡ്സിലും വരുന്ന രണ്ട് കസ്റ്റമേഴ്സിൻ്റെയും ഇൻറ്റൻഷൻ ഡിഫറൻസ് ആണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ റിസൾട്ടിലും നമുക്ക് ഡിഫറൻസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മെറ്റ ആഡ്സിൽ നമുക്കൊരു 10 ലീഡ്സിൽ ഒരു 1 കൺവേർഷൻസ് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സിൽ നമുക്കൊരു 3 ലീഡ്സിൽ ഒരു 1 കൺവേർഷൻസ് വരും. ഇതാണ് ഇതിൻ്റെ റിസൾട്ടിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സ് ബെറ്റർ കൺവേർഷന് വേണ്ടിയിട്ടും മെറ്റ ആഡ്സ് നിങ്ങൾക്ക് ബെറ്റർ റീച്ചിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും.